ലൈംഗികാതിക്രമ കേസിൽ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കേണ്ട എന്ന KPCC തീരുമാനം അംഗീകരിച്ചു AICC. രാഹുലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത കത്ത് കിട്ടിയത് സ്പീക്കർ AN ഷംസീർ സ്ഥിരീകരിച്ചു. MLA പുതിയ ബ്ലോക്കായി പരിഗണിക്കും. രാഹുൽ ഇപ്പോൾ UDF പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ലെന്ന് VD സതീശനും പ്രതികരിച്ചു. അതിനിടെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന നിലപാടിൽ നിന്ന് കോൺഗ്രസ് അനുകൂല സൈബർ ടീമുകൾ മലക്കം മറിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ VD സതീശനടക്കമുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ കടുത്ത നിലപാട് ഹൈക്കമാൻഡ് അംഗീകരിക്കുകയായിരുന്നു. സഭയിൽ പാർട്ടി വിപ്പ് ബാധകമാണെന്നും കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുലിനെ പുറത്താക്കിക്കൊണ്ടുള്ള UDF പാർലമെന്ററി പാർട്ടിയുടെ കത്ത് കിട്ടിയെന്ന് സ്പീക്കർ AN ഷംസീർ വ്യക്തമാക്കി. രാഹുലിന്റെ അവധിയപേക്ഷ കിട്ടിയിട്ടില്ല. അതിനാൽ സമ്മേളനം തുടങ്ങുമ്പോൾ MLA പ്രത്യേക ബ്ലോക്കായി പരിഗണിക്കും. പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണം വരുന്നത് പ്രതിപക്ഷം നൽകിയിട്ടുണ്ട്. അതിന് നമ്മൾ തീരുമാനമെടുക്കും. ഇനിയിപ്പം ചർച്ചയല്ലോ, അദ്ദേഹം തീരുമാനിക്കണം. അദ്ദേഹം തീരുമാനമെടുത്താൽ മറ്റു ലോകസഭ അറിയുന്നില്ല. രാഹുലിനെ മാറ്റി നിർത്തിയത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാടിനുള്ള അംഗീകാരം കൂടിയായി. രാഹുൽ ഇപ്പോൾ തങ്ങളുടെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ലെന്നും രാഹുലിന്റെ കാര്യത്തിൽ കൂടുതൽ തീരുമാനം പറയേണ്ടത് KPCC പ്രസിഡന്റാണെന്നുമായിരുന്നു സതീശന്റെ ഇന്നത്തെ പ്രതികരണം. പാർലമെന്ററി പാർട്ടിയിൽ ഞങ്ങളുടെ ബ്ലോക്കിലല്ല അദ്ദേഹം, ഞങ്ങളുടെ കൂടെ അല്ല, അത് പറയാൻ പറ്റും. ഞങ്ങൾ നിയമസഭയിലേക്ക് അതുമായിട്ടാണ് പോകുന്നത്. തല കുനിച്ചുകൊണ്ട് പിണറായി വിജയനും കൂട്ടർക്കും വരാൻ പറ്റുള്ളൂ. റേപ്പ് കേസിലെ പ്രതി അവിടെ ഇരിക്കുക. നവമാധ്യമങ്ങളിലൂടെ നേതാക്കൾക്ക് നേരെ ഉയർന്ന അധിക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കും അയവ് വന്നുവെന്നതും ശ്രദ്ധേയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ നടപടി സ്വീകരിച്ച ശേഷം VD സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾക്കെതിരെ സൈബർ ഇടങ്ങളിൽ വ്യക്തി അധിക്ഷേപം തുടരുകയായിരുന്നു. സൈബറിടത്തെ ആക്രമണം തുടർന്നാൽ രാഹുലിനെതിരെയുള്ള പരാതികളുടെ തെളിവുകളടക്കം അണികളെ ബോധിപ്പിക്കുമെന്നുള്ള നേതാക്കളുടെ നിലപാട് കൊള്ളേണ്ടിടത്ത് കൊണ്ടു. പല കോൺഗ്രസ് അനുകൂല സൈബർ ഗ്രൂപ്പുകളും പ്ലേറ്റ് തിരിച്ചു. രാഹുലിനെതിരെ രംഗത്തെത്തി. മാധ്യമങ്ങൾ പുറത്തുവിട്ട ശബ്ദ സന്ദേശം രാഹുലിന്റെ അല്ലെങ്കിൽ അത് രാഹുൽ തുറന്നു പറയണം. വ്യാജ വാർത്ത പുറത്തുവിട്ടതിന് മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. അതിനുശേഷമാകണം നിയമസഭയിലേക്ക് പോകേണ്ടത്. തനിക്ക് വേണ്ടി വാദിക്കുന്ന പ്രവർത്തകരോടെങ്കിലും ഉള്ളത് പറയണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നു. ഇതോടെ നേതാക്കൾക്ക് പുറമെ സൈബർ പോരാളികൾക്കിടയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റപ്പെടുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. സഭാ സമ്മേളനത്തിൽ രാഹുൽ എത്താതിരിക്കുന്നതോടെ സർക്കാരിനെതിരെ കൂടുതൽ ശക്തമായ ആക്രമണം നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.